ഹലോ അസ്സലാമു അലൈക്കും നമസ്കാരം. നമ്മുടെ ഈ ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഹെന്ന ആഫ്റ്റർ കെയർ ഓയിലും അതുപോലെ ഹെന്ന സീലൻറ്റുമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പേ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാണെങ്കിൽ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് ലഭിക്കുകയുള്ളൂ. ആദ്യം തന്നെ ഹെന്ന ആഫ്റ്റർ കെയർ ഓയിലാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. വളരെ ചുരുങ്ങിയ ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ചുകൊണ്ടാണ് ഈ ഒരു ആഫ്റ്റർ കെയർ ഓയിൽ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മളിവിടെ 3 കാരിയർ ഓയിലും അതോടൊപ്പം ഒരല്പം എസൻഷ്യൽ ഓയിലും കൂടി ചേർത്തിട്ടാണ് ഈ ഒരു ആഫ്റ്റർ കെയർ ഓയിൽ പ്രിപ്പയർ ചെയ്യുന്നത്. ഒന്നാമത്തെ കാരിയർ ഓയിൽ എന്ന് പറയുന്നത് ഒലീവ് ഓയിലാണ്. ഇത് വളരെ നല്ലൊരു മോയ്സ്ചറൈസിങ് ഏജൻ്റ് ആണ് നമ്മുടെ സ്കിന്നിന്. അതോടൊപ്പം നമ്മുടെ ഹെന്ന സ്കിൻ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടും ഇത് വളരെ ഹെൽപ്ഫുള്ളാണ്. ഞാനിവിടെ ഈ ഒരു സ്പൂണിൻ്റെ അളവിലാണ് മെഷർമെൻറ്റ് പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു സ്പൂണാണ് ഒലീവ് ഓയിൽ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾ എടുക്കുന്ന സമയത്ത് ടേബിൾ സ്പൂണാണ് എടുക്കുന്നതെങ്കിൽ 1 ടേബിൾ സ്പൂൺ ഒലീവ് ഓയിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. അടുത്തതായിട്ട് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വെളിച്ചെണ്ണയാണ്. 1 സ്പൂൺ വെളിച്ചെണ്ണയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾ ടേബിൾ സ്പൂൺ എടുക്കുമ്പോൾ 1 ടേബിൾ സ്പൂൺ കേട്ടോ. അപ്പോൾ ഞാനിവിടെ 1 ടേബിൾ സ്പൂണ് ഒലീവ് ഓയിലും 1 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിലും ചേർത്ത് കൊടുത്തു. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1 സ്പൂൺ ആൽമണ്ട് ഓയിലാണ്. എൻ്റെ കയ്യിൽ ആൽമണ്ട് ഓയിൽ ഇല്ലാത്തത് കാരണം ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ എന്തായാലും ചേർത്ത് കൊടുക്കണം ആൽമണ്ട് ഓയിൽ. ഇനി നല്ലൊരു ഫ്രാഗ്രൻസിന് വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് ഒരു 2-3 ഡ്രോപ്പ് എസൻഷ്യൽ ഓയിൽ ഏതായാലും കുഴപ്പമില്ല. ഞാനിവിടെ യൂക്കാലിപ്റ്റസിൻ്റെ എസൻഷ്യൽ ഓയിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഏതൊരു എസൻഷ്യൽ ഓയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഒരു മണത്തിന് വേണ്ടിയിട്ട് മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് സെയിൽ ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്കിത് ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ളൊരു ബോട്ടിലിൽ നിങ്ങൾക്ക് ഫ്രീസറിൽ സൂക്ഷിക്കാം. ഒരു 2-3 മാസം കേടുകൂടാതെ ഇരുന്നോളും. ഇനി നിങ്ങളിത് സെയിൽ ചെയ്യുന്നവരാണെങ്കിൽ ഇതുപോലത്തെ റോൾ ഓൺ ബോട്ടിൽസ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ഈ അത്തറൊക്കെ വിൽക്കുന്ന ഷോപ്പിൽ നിന്ന് നമുക്കിത് വാങ്ങിക്കാൻ കിട്ടും. ഇത് 3 ml ബോട്ടിലാണ്. ഇതുപോലത്തെ റോൾ ഓൺ ബോട്ടിൽസിൽ ഈ ഓയിൽ ഫില്ല് ചെയ്തിട്ട് നമുക്ക് സെയിൽ ചെയ്യാവുന്നതാണ്. സ്പൂണ് വെച്ചിട്ട് തന്നെ നമുക്ക് ഈ ബോട്ടിൽസിൽ ഫില്ല് ചെയ്ത് കൊടുക്കാം കേട്ടോ. ബോട്ടിൽസിൽ ഇതുപോലെ ഫില്ല് ചെയ്തതിന് ശേഷം അടച്ചു വെച്ചിട്ട് നമുക്ക് ഫ്രീസറിൽ സൂക്ഷിക്കാം. 2-3 മാസം കേടുകൂടാതെ ഇരുന്നോളും. ബാക്കിയുള്ള ബോട്ടിൽസ് നമുക്ക് ഇതുപോലെ ഫില്ല് ചെയ്ത് കൊടുക്കാം. ഈ ഒരു അളവിൽ വെച്ചിട്ട് ഉണ്ടാക്കിയപ്പോൾ തന്നെ നമുക്കൊരു 3-4 ബോട്ടിൽ ഇതുപോലെ കിട്ടി. അപ്പോൾ നിങ്ങൾ അധികം ഉണ്ടാക്കുന്ന സമയത്ത് ഈ ഒരു മെഷർമെൻറ്റ് തന്നെ വെച്ചിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. അടുത്തതായിട്ട് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഹെന്ന സീലൻ്റ് ആണ്. ലെമൺ ഹെന്ന സീലൻ്റ് ആണ് ഇന്ന് നമ്മളിവിടെ പ്രിപ്പയർ ചെയ്യുന്നത്. ഫ്ലെയിം ഓൺ ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ സാധാരണ പച്ചവെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ്. പഞ്ചസാര കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം. വളരെ ചെറിയ തീയിൽ ഒരു 10 മിനിറ്റ് ഇത് ഒന്ന് ചൂടാവണം. 10 മിനിറ്റ് ചെറിയ തീയിൽ ഒന്ന് ചൂടായാലും മാത്രം മതി, തിളപ്പിക്കേണ്ട ആവശ്യമില്ല. അപ്പോഴേക്കും പഞ്ചസാരയൊക്കെ മെൽട്ടായിട്ട് നമ്മുടെ ഹെന്ന സീലൻ്റ് റെഡിയായിട്ട് നമുക്ക് കിട്ടും. പഞ്ചസാരയൊക്കെ മെൽട്ടായിട്ട് നമ്മുടെ സീലൻ്റ് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് ചൂടാറണം. അതിനുശേഷം മാത്രമേ നമുക്ക് സ്പ്രേ ബോട്ടിൽസിലേക്ക് ഇത് മാറ്റാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ഞാനിപ്പോൾ ഇത് എൻ്റെ യൂസിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ്, സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടല്ല. അതുകൊണ്ടാണ് ചെറിയ ക്വാണ്ടിറ്റിയിൽ കാണിച്ചത്. നിങ്ങളിത് സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുമ്പോൾ ഈ ഒരു മെഷർമെൻറ്റ് തന്നെ വെച്ചിട്ട് നിങ്ങൾക്ക് കൂടുതൽ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. ബ്രൈഡൽ ഹെന്നയൊക്കെ ചെയ്യുന്ന സമയത്ത് ഞാൻ എൻ്റെ പേഴ്സണൽ യൂസിന് ഇതുപോലത്തെ സ്പ്രേ ബോട്ടിൽസിലാണ് സീലൻ്റ് എടുക്കാറ്. നിങ്ങൾക്ക് സെയിൽ ചെയ്യുന്ന സമയത്ത് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള സ്പ്രേ ബോട്ടിൽസ് പല ക്വാണ്ടിറ്റിയിലും അവൈലബിൾ ആണ്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഈ ഒരു സീലൻ്റ് ഫില്ല് ചെയ്യാവുന്നതാണ്. ഞാൻ ഈ ഒരു വീഡിയോ രാത്രി ചെയ്തത് കാരണം ഇത് കൂളായതിന് ശേഷം ഞാൻ ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിറ്റേന്നാണ് ഇത് ബോട്ടിലേക്ക് ഞാൻ ഫില്ല് ചെയ്തിട്ടുണ്ടായത്.
ഷുഗറാണ് നമ്മുടെ ഹെന്നയെ സീൽ ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നത്. അപ്പോൾ ഇതിൽ ഷുഗർ നിർബന്ധമായിട്ടും ചേർത്ത് കൊടുക്കണം. ബാക്കി നമുക്ക് ലെമണിന് പകരം റോസ് പെറ്റൽസ് വെച്ചിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഫ്ലവേഴ്സ് വെച്ചിട്ടോ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഈ ഒരു സീലൻ്റ് ഫ്രീസറിൽ വെക്കുകയാണെങ്കിൽ ഒരു 2 to 3 months വരെ ലാസ്റ്റ് ചെയ്യും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. എനിക്കറിയാവുന്നതാണെങ്കിൽ ഞാൻ മാക്സിമം റെസ്പോണ്ട് ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ. താങ്ക് യു.